ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാത്ത വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലോ കിടിലൻ ടേസ്റ്റിലുള്ള ഓരോ ചിക്കനിലും അത്യാവശ്യം മസാല കോട്ടഡ് ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പം ഈ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ചെറിയൊരു മാരിനേഷൻ ഉണ്ട്. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ തൈര് ഒരു 3 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്, നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കന് ഈ ഒരു മാരിനേഷനിലാണ് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മാരിനേഡ്. അപ്പം ഇതിൽ നമ്മൾ 1 കിലോ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ചിക്കനിലൊട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം തൈരിൽ ഓൾറെഡി വെള്ളമുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിക്കനിലും കൂടി വെള്ളമാകുമ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം വെള്ളം പുറത്തേക്ക് കുറേ ഊറി വരും. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അന്നേരം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള സ്പെഷ്യൽ സ്പൈസ് പൗഡേഴ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് 1 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു 3 ടീസ്പൂണ് കുരുമുളക് വേണമെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കുക കേട്ടോ. 2 ടീസ്പൂണൊക്കെ ആക്കാം. പിന്നെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ ഒരു 4 ടീസ്പൂണ് പച്ചമല്ലി. അപ്പം ഞാൻ ടീസ്പൂണിലോട്ട് ഇടുന്ന സമയത്ത് കുറച്ച് പുറത്തേക്ക് പോയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 4-4.5 ടീസ്പൂൺ എടുക്കുക കേട്ടോ. അതുപോലെ ചില്ലി ഫ്ലേക്സ് ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒരു പേരിന് കേട്ടോ. ശരിക്കും ഇതിലോട്ട് ഉണക്കമുളകാണ് വേണ്ടത്. ഉണക്കമുളക് ഒരു 1-2 ഇട്ട് കൊടുക്കുക. അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള വേറെ സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഞാൻ പേരിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂണൊക്കെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ അവിടെ ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അന്നേരം കൊണ്ട് നമുക്ക് വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞല്ലോ, എരിവിന് നമ്മൾ ചില്ലി ഫ്ലേക്സിന് പകരം ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണത്. അധികം എരിവുണ്ടാവില്ല, എന്നാൽ നല്ല കളറുണ്ടാവും. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കി എടുക്കാനുള്ള വെള്ളം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉണക്കമുളകിന് പകരം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഉണക്കമുളക് യൂസ് ചെയ്താലും കുഴപ്പമില്ല, വറുക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നല്ല കളറും കിട്ടില്ല, എന്നാലും ഭയങ്കര സ്പൈസി ആവും. അപ്പോൾ അധികം സ്പൈസി ഇഷ്ടപ്പെടാത്തവർക്ക്, എന്നാൽ നല്ല മസാല ഒക്കെ വേണമെന്നുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം മസാല അല്ല, മുളക് പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മല്ലിയും ബാക്കി സംഭവങ്ങളൊക്കെ നന്നായിട്ട് വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റുവാണ്. ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വറവ് കൂടി പോകും കേട്ടോ. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി കുറച്ച് സംഭവങ്ങളോട് ചേർക്കാറുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിഞ്ഞു കിട്ടുമെങ്കിൽ നേരെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലി വെള്ളം കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല തിക്ക് പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. നല്ലോണം തിക്കാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നും പാടില്ല, നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ റോസ്റ്റിലോട്ടുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് പാന് ചൂടാക്കുക. അതിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിന് പകരം ഓയിൽ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കുകയൊക്കെ ചെയ്യാം. നെയ്യ് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ ചിക്കനെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരുപാട് നെയ്യൊന്നും എടുക്കുന്നില്ല. 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് ഇതുപോലെ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, കൂടുതൽ വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കുമ്പം അത് വേറൊരു ടേസ്റ്റ് ആവും. ഇതുപോലെ ഈ ചിക്കൻ ഈ ഒരു നെയ്യിൽ കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആവും. അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ട്, എന്തായാലും ഉണ്ടാക്കി നോക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ആ ഒരു ഗ്രേവിയും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ആദ്യം വെച്ചത് കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ കുറേ വെള്ളം ഊറി വരും ചിക്കനിന്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വറ്റിക്കോളുമല്ലോ.
അപ്പോൾ ചിക്കൻ്റെ കളറൊന്ന് മാറി വരണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട. അപ്പോഴേക്ക് നമുക്ക് ഇതിലോട്ട് ആ മസാല അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ തക്കാളി, ഉള്ളി അതൊന്നും ചേർത്തിട്ടില്ല, സവോള തക്കാളി ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് പോലും നല്ല ഗ്രേവി, നല്ല മസാലയൊക്കെയുള്ള അടിപൊളി റോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അരപ്പ് ഒരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം, അരപ്പും ചിക്കനും എല്ലാം കൂടി. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഓരോ ചിക്കൻ പീസ് എടുക്കുമ്പോഴും ചിക്കൻ പീസ് കഴിക്കുമ്പോഴും അതിലൊക്കെ മസാല ടേസ്റ്റ് വരുന്ന രീതിയിലുള്ളൊരു ചിക്കൻ റെസിപ്പിയാണത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരണം. ഇതൊരു ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി അല്ല കേട്ടോ. ഓരോ ചിക്കൻ പീസിലും അത്യാവശ്യം മസാല കോട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ മുകളിലൊക്കെ എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്ത ശേഷം നമുക്കിതിലോട്ടൊരു 2-3 പീസ്, ചെറിയ പീസ് എടുത്തിട്ടുള്ളത് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശർക്കര ഇട്ടിട്ടില്ലെങ്കിൽ ആ ഒരു മസാലയുടെ ഒരു കുത്തുന്ന ഫ്ലേവറൊക്കെ വരുന്ന പോലെ തോന്നും. കാരണം നമ്മൾ അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ ശർക്കരയും കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. അതും കൂടി ആകുമ്പോഴും നമ്മുടെ ഒരു റോസ്റ്റിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളി സംഭവമായിട്ടത്. പിന്നെ 1 ടീസ്പൂണ് നെയ്യ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആവും. ആ നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നാട്ടിലെ മിൽമ നെയ്യ് ഇവിടുത്തൊക്കെ അങ്ങനത്തെ ഒരു മണമുള്ള നെയ്യൊക്കെ ചേർക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നമ്മളെ ബീഫ് കറി ഉണ്ടല്ലോ, ബീഫ് വരട്ടിയത്, അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ പോലെ തോന്നും. അതായത് ബീഫൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ചിക്കനും അത്യാവശ്യം മസാല കോട്ടഡായിട്ട് നല്ലോണം ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബീഫിൻ്റെ ആ ഒരു ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടെക്സ്ചറല്ലേ ഈ ഒരു ചിക്കൻ റോസ്റ്റിന്. അപ്പോൾ എന്തായാലും ഈ ഒരു ചിക്കൻ റോസ്റ്റ് മറക്കാണ്ട് ഉണ്ടാക്കി നോക്കാം. പ്രത്യേകിച്ച് നല്ല എരിവുള്ള ചിക്കൻ റോസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക്, നല്ല മസാലയോട് കൂടിയുള്ള ചിക്കൻ റോസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ ഈ ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. പിന്നെ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ഇത് തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് നെയ്യിലൊന്നുമല്ല ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സും എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും നോക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നോക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.